ബൈ 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 ബൈ. ഓക്കെ, അപ്പോൾ സുറുമയുടെ എല്ലാ ഉണ്ടാവും ഒരു രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോവാട്ടോ പിള്ളേർ കേട്ടോ. അത് ഞാൻ അവന്മാർക്ക് ബൈ പറഞ്ഞത്. അപ്പം സുറുമയുടെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളൊരു ഈദ് മുബാറക്ക് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോൾ രാത്രി ഇതാണ്ട് 1:42 ആവുന്നു. ഇപ്പോൾ ഇന്ന് വെളുപ്പിന് തിങ്കളാഴ്ച വെളുപ്പിന് നമ്മുടെ ഈദാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും ഈദ് ആഘോഷത്തിന് വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ കുട്ടികളെല്ലാം ഞാൻ നോക്ക്, എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. പിള്ളേരെല്ലാം ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഫേസ് കാണിക്കണ്ട അവരുടെ ഒന്നും കേട്ടോ, അവരെല്ലാം ടയേർഡാണ്. പക്ഷേ ഇജമ്മോടെ വേണേ ഒന്ന് കാണിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവരെല്ലാവരും പോവാണ്. കൂട്ടത്തിൽ ഞാനിവിടെ തന്നെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഓരോരോ എന്താ പറയുക, ഞാൻ വേണമെങ്കിൽ അകത്തോട്ട് കയറണോടാ ഉണ്ടല്ലോ. ജസ്റ്റ് നമ്മുടെ ഷോപ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് രാത്രിയിലുള്ള ഒരു വ്യൂ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ബാക്ക് സൈഡിലെ നമ്മുടെ വ്യൂ ആണ്. ഇനി ഫ്രണ്ട് വരുമ്പം ഫ്രണ്ട് കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം, നമുക്ക് ജസ്റ്റ് സംസാരിച്ചുകൊണ്ട് പോകാമല്ലോ. അപ്പം ഈദായിട്ട് നമുക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് അൽഹംദുലില്ലാ വളരെ സന്തോഷം. എല്ലാവരും നല്ല രീതിയിലാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഒരു വിഷമമെന്ന് പറയുന്നത് തിരക്ക് കാരണം ഒരുപാട് പേര് കിട്ടാതെ ഇറങ്ങിപ്പോയി അല്ലേ ശ്രീകുട്ടാ? നമുക്കത് വിഷമമായിപ്പോയി ഒത്തിരി പേർക്കും. കാരണം തിരക്കായതുകൊണ്ടും പല പല സാധനങ്ങൾ ഈ പറയുന്നത് കൗണ്ടറിൽ തന്നെ അല്ല ഇരിക്കുന്നത്. കൗണ്ടറിൽ ഇരിക്കുന്നത് കാരണം ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ഐറ്റംസ് കിട്ടാതെ പോയി. അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതിനി അടുത്ത ഇതിന് എങ്ങനെയായാലും നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക സ്റ്റാഫുമാരുടെയൊക്കെ എന്താണ് സ്ട്രെങ്ത് കൂട്ടിയെടുക്കാം അല്ലേ. പിന്നെ ക്ലോസ് ആയിട്ടില്ല എടുക്കാനാ എന്നാ പെട്ടെന്ന് ചെല്ല്. അതല്ലേ, ഇപ്പം 2 മണിയാവുന്നു. ഓട് കേറ്. അപ്പം ജെൻസിൻ്റെ കളക്ഷൻ ഇതാ നോക്ക്. 2 മണിക്കാണ് കസ്റ്റമർ ഇതാണ്ട് ഞങ്ങൾ അടച്ച് പോകാനൊരുങ്ങുന്നൊരു സമയം. അപ്പം എൻ്റെ ഷോപ്പിൻ്റെ ഇതാണ്ട് ഇതുണ്ടോ, ഷോപ്പിൻ്റെ ഫ്രണ്ട് സൈഡിലെ വ്യൂ ഞാൻ ഈ കാണിക്കുന്നത്. ഭയങ്കര രസം കേട്ടോ, ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കാമാക്കോയിട്ടെന്നൊക്കെയാണ് പറയുന്നത് അല്ലേടാ. ഈ ഒരു സൈഡ് നോക്കി ഈ രാത്രി നല്ല ഭംഗിയാണ്. വലിയ ബഹളങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഏരിയ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ കരുനാഗപ്പള്ളി കേട്ടോ. കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ മെയിൻ ഹൈവേയിലോട്ട് പോകുന്ന റൂട്ടാണ്. ഇതിലേക്കൂടെ പോയാലും മെയിൻ ഹൈവേ വരും. പിന്നെ തിരിച്ചിങ്ങോട്ട് കാണിക്കും മോനെ. ഇവിടുന്ന് അങ്ങോട്ട് പോയാലും നമ്മുടെ മെയിൻ ഹൈവേ തന്നെ. ഇവിടുന്ന് അങ്ങോട്ട് കയറുന്ന മെയിൻ ഹൈവേയിലോട്ടാണ്. അങ്ങറ്റത്ത് ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ, എൻ്റെ കൈ കാണാമോ? ഇത് അങ്ങറ്റത്ത് അവിടെ കാണുന്നതാണ് എൻ്റെ ഗോഡൗൺ. എൻ്റെ ഗോഡൗൺ ആണ് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഗോഡൗൺ ചെയ്യുന്നിട്ട് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ട് എന്താ പറയുക വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഗോഡൗണിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളത് അല്ലേ. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇതിലേക്ക് നടന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും എൻ്റെ ഷോപ്പിലേക്ക് വരാൻ. ഫ്രണ്ടിലത്തെ ഷോപ്പ് ഇതാണ്, ബാക്ക് സൈഡ് ഉണ്ടോ ഇങ്ങനെയാണ്. ഫുൾ വ്യൂ ഒന്നും നിങ്ങളെ ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പം ഞാൻ രാത്രിയിൽ ഈ ഒരു സമയത്ത് ചുമ്മാ തോന്നി എന്തായാലും ഒന്ന് കാണിച്ചേക്കാന്ന്. അപ്പം എന്താ സന്തോഷം, ഹാപ്പി, ഭയങ്കര ഹാപ്പി നിങ്ങൾ തന്ന സപ്പോർട്ടിന്. പിന്നെ മോഡൽസ് ഒന്നും നിങ്ങൾക്കൊന്നും വന്നവർക്കൊന്നും ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് വന്ന് അടുത്തുള്ളവർ എന്തായാലും വരുമല്ലോ, അവരെൻ്റെ സ്വന്തമാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പണ്ട് തൊട്ടേ 14 വർഷം കൊണ്ട് നമ്മൾ ഈ കരുനാഗപ്പള്ളി നമ്മൾ എന്താ പറയുക ഷോപ്പ് ഇട്ടതല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ്. പിന്നെ ദൂരെയുള്ളവരെ നമ്മൾ എടുത്തു പറയുന്നത് നിങ്ങളൊന്നും ചിന്തിക്കല്ലേ കേട്ടോ. കാരണം അവർ നമ്മളെ തേടി വരുമല്ലോ, ഇത്രയും ദൂരത്തുനിന്ന് തേടി വരുന്നവരെ നമ്മൾ എടുത്ത് പറയണമല്ലോ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോന്നേ കേട്ടോ. അപ്പോൾ അവർക്ക് കിട്ടിയോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഇനിയും വരണം കേട്ടോ. കാരണം കുട്ടികളെല്ലാം ടയേർഡായിരിക്കും, നിങ്ങൾക്കറിയാമല്ലോ. ഇത്രയും വേണ്ട ഇപ്പം പോലും അവർ ഓരോ നല്ലോണം ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അനൂപേ ഓക്കെ ആയോടാ? അവനാണ് എൻ്റെ ഗോഡൗൺ ഡ്യൂട്ടി. എന്തോ പറഞ്ഞാലും ചെയ്തു തരുന്ന അനൂപ് അല്ലേടാ. എന്തോ വിളിച്ചാലും അവൻ എന്താ വേണം ഓക്കെ വേണം എന്ന് പറയുന്ന അനൂപാണ്ട. അവനും ഹോസ്റ്റലിലോട്ട് പോലെ മോനെ. അപ്പോൾ നാളെ നമുക്ക് ഇത് അടിച്ചു വിളിക്കണം. ഓക്കെ. ഞങ്ങൾ ബിരിയാണിയൊക്കെ അടിപൊളി. അതൊക്കെ ഞങ്ങൾ നാളെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്ത് കാണിച്ചു കൊടുക്കാം അല്ലേ. അന്നേരം ഞങ്ങൾ വേണേ ഒരു വീഡിയോ കേട്ടോ. അപ്പം ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊരു വീഡിയോ ആക്കി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അവൻ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ ലേഡീസ് സ്റ്റാഫുമാർ അത് കാണിച്ചു കൊടുക്കല്ലേ. അവൾമാരുടെ മുഖം കാണിച്ചിട്ട് ടയേർഡായിട്ടിരിക്കുക, അവരൊന്നും ഫ്രഷ് ആയിട്ടിരിക്കുകയല്ലോ. അവൾമാരപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്, പോകാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പിന്നെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ കാണണമെങ്കിലൊക്കെ കണ്ടോ എന്ത് ഫ്രീ ആയിട്ട് എൻ്റെ റോഡിൽ ഞാനിങ്ങനെ നിൽക്കുന്നത് അല്ലേ. ഭയങ്കര രസമാണ് ഇവിടെ നിൽക്കാനായിട്ട് രാത്രിയിൽ. അപ്പോൾ ഞങ്ങളുടെ മാനേജർ ഇതാ നടന്ന് വരുന്നുണ്ടാ, മന്ദം നടന്ന് വരുന്നുണ്ട്. പതുക്കെ അവിടുന്ന് ഓരോന്ന് നോക്കാനായിട്ട് വരുന്നേ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇതുപോലത്തെയൊക്കെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ചുമ്മാ ജസ്റ്റ് ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും വരിക. ഇത് നാളെ ആയാലും, അതായത് ഇന്നത്തെ ദിവസമായാലും ഇപ്പോൾ തുടങ്ങുന്ന ദിവസമായാലും എല്ലാം നമുക്ക് എല്ലാവരും ഉണ്ട്. കുറേ പേരും ഈദായിട്ട് പോലും വീട്ടിൽ പോകാതെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ, ഞങ്ങളോടൊപ്പം ഈദ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈദ് ആഘോഷിക്കുന്ന വീഡിയോസ് നാളെ നമ്മൾ ഇടുന്നതായിരിക്കും അല്ലേ ശ്രീകുട്ടാ? ഓക്കെ, നാളെ നമുക്ക് ഇടണം. പിന്നെ നമ്മുടെ വേറെ ഞാൻ പരിചയപ്പെടുത്തരാം. അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഇക്ക എന്താ ഉണ്ട്
മാ ഇങ്ങോട്ടൊന്നു വന്നേ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ? എല്ലാരും ഹാപ്പി ആയിട്ട് പോയാ? കുറെ പേർക്ക് കിട്ടിയില്ല അല്ലേ? കാരണം തിരക്ക് കൊണ്ടാ കുറെ പേർക്ക് കിട്ടാതെ. അവിടെ ഒരു രണ്ടുപേരുമാണ് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്നത്. വീടിക്കകത്ത് കാണിച്ചു കുഴപ്പമുണ്ടാ? കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അന്നേരം ഇവർ രണ്ടുപേരും കൂടെ രാത്രി എപ്പോഴും ഇങ്ങനെ കാവൽക്കാരായിട്ട് ഞങ്ങളുടെ എന്താ പറയാ നമ്മുടെ സ്വന്തം ഇതിനെ കാത്തു സൂക്ഷിക്കുന്നവരാ അവർ രണ്ടുപേരും കേട്ടോ. അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷം. അപ്പൊ എല്ലാരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഒന്ന് ബൈ പറഞ്ഞോ.